ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നിവിടെ ഭയങ്കര സ്നോ ഡേ ആണ്, സൺഡേ ആണ്. 30 to 40 സെൻറ്റിമീറ്റർ സ്നോ വീണുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓഫ് ഡേ ആണ്, സ്നോയും ആണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പള്ളി പോലും ക്യാൻസലാക്കി. അപ്പോഴങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇന്നത്തെ ദിവസം എങ്ങനെയൊന്ന് ഹാപ്പി ആക്കാമെന്ന് ഓർത്തപ്പോഴാണ് ഒരു പൊതിച്ചോറ് അപാരത ഐഡിയ വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ പൊതിച്ചോറെല്ലാം നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചു. ഇനിയും നമ്മൾ പൊതിയാൻ പോവുകയാണ്. ഇന്നത്തെ അപ്പോൾ സ്പെഷ്യൽ ലഞ്ചാണ്. അപ്പോൾ നമ്മൾ ചൂട് ചോറ് ഇലയിലേക്ക് എടുത്തു. അപ്പോൾ ഈ ഇലയൊന്നും കണ്ട് ആരും ഇത് ചെയ്യരുത് കേട്ടോ. ഇത് കാനഡയിൽ നിന്നുള്ള പൊതിച്ചോറാണ് കേട്ടോ. അപ്പം ഇല ഇത് ഫ്രോസനാണ്. ഇത് നമ്മൾ ഒരു വിധത്തിലൊക്കെ വാട്ടിയെടുത്തതാണ്. ഇങ്ങനത്തെ ഇലയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് പൊതിയാനൊക്കെ ഇച്ചിരി പാടാണ്, എന്നാലും ട്രൈ ചെയ്യാം. ചമ്മന്തി പൊടിയുണ്ട്, ചമ്മന്തി അരച്ചതുണ്ട്, പിന്നെ ഒരു മിക്സ്ഡ് വെജിറ്റബിളിൻ്റെ മെഴുക്കുവരട്ടിയാണ്. അത് ക്യാരറ്റും ബീൻസും ഏത്തക്കായും കൂടെ ഉള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. പിന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ട്, സാൽമനാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട പൊരിച്ചത്. അപ്പോൾ ചോറിനകത്തിൽ മുട്ട പൊരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിച്ചോറിന് ഒഴിച്ചുകൂടാൻ മേലാത്ത ഒരു കാര്യമാണല്ലോ. പ്ലസ് നമുക്ക് ഇച്ചിരി പ്രോട്ടീനും കൂടെ ഒക്കെ കിട്ടും. അപ്പോൾ മുട്ട പൊരിച്ചത്, മീനുമാണ് പ്രോട്ടീനായിട്ട് ഇതിലുള്ളത്. പിന്നെ മെഴുക്കുവരട്ടി, പിന്നെ ചമ്മന്തി, പിന്നെ നമ്മുടെ എവർ ഗ്രീൻ ടേസ്റ്റ് മേക്കർ ഉണ്ടല്ലോ, നമ്മുടെ നാരങ്ങ അച്ചാർ. അടുത്തത് എന്താണ്, പാവയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്, പക്ഷേ ഇവിടെ എല്ലാവർക്കും പാവയ്ക്ക മെഴുക്കുവരട്ടി ഇഷ്ടമില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് രണ്ടിനാണ് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉള്ളത്. അപ്പം ഇതൊക്കെയാണ്. അപ്പം മെഴുക്കുവരട്ടി, 2 മെഴുക്കുവരട്ടിയുണ്ട്, മുട്ടയുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, ചമ്മന്തിയുണ്ട്. ഇനി പൊതിയാൻ ട്രൈ ചെയ്യുകയാണ് കേട്ടോ. ഇല പൊട്ടിയൊക്കെ പോവുകയാണ്. ബട്ട് ഒത്തിരി പരിചയമൊന്നുമില്ല ഞങ്ങൾക്ക് പൊതിഞ്ഞ്, പക്ഷേ ഞങ്ങൾ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പൊതിയുടെ പേപ്പർ കണ്ടിട്ട് ആരും ഇത് ചെയ്യരുത് കേട്ടോ. ഇത് ഇവിടെ ന്യൂസ് പേപ്പറൊന്നുമില്ല, നമ്മുടെ ഫ്ലയർ വരുന്ന പേപ്പറാണിത്. അതുകൊണ്ടാണ് ഇത് കളർഫുള്ളായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പൊതി റെഡിയായി. ഉദ്ദേശിച്ചാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പൊതിയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം 4 പൊതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം കളർഫുള്ളാണ്. എല്ലാവർക്കും വേണ്ടത് ചോദിച്ച് അവരവർക്ക് വേണ്ടത്രയൊക്കെ വെച്ചാണ് പൊതി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിച്ചാലോ.